ഇന്ത്യയുടെ ചരിത്രം നാം വിശദീകരിക്കുമ്പോൾ പാലിയോലിത്തിക് കാലഘട്ടത്തിലുള്ള ഹോമോസാപ്പിയൻസ് എന്ന മനുഷ്യവിഭാഗത്തെക്കുറിച്ച് അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. 1758 സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ കാൾവോൾ ലിനെ ആണ് ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന അർത്ഥം വരുന്ന ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിലാണ് ഹോമോസാപ്പിയൻസിൻ്റെ ഉൽപ്പത്തി. ഹോമോ എന്നാൽ ജനുസിനെയും സാപ്പിയൻസ് എന്നാൽ ഇനത്തെയും സൂചിപ്പിക്കുന്നു. ഈ ഹോമോസാപ്പിയൻസ് ആഫ്രിക്കയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടുകയും അവിടെ അവർ ജീവിച്ചു പോരുകയും ചെയ്തു. പാലിയോലിത്തിക് കാലഘട്ടത്തെ പ്രാചീന ശിലായുഗം എന്നുകൂടി പറയുന്നു. ഈ കാലഘട്ടങ്ങളെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ പഠനത്തിൻ്റെ സൗകര്യത്തിനായി തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം മെസോലിത്തിക് കാലഘട്ടം, ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് മധ്യശിലായുഗത്തിലെ മനുഷ്യർ. മധ്യശിലായുഗത്തിലെ മനുഷ്യർ വേട്ടയാടുകയും മൃഗങ്ങളെ വളർത്തുകയും കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് നിയോലിത്തിക് കാലഘട്ടം, ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് നിയോലിത്തിക് കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ മൃഗങ്ങളെ വളർത്തുന്നത് കൂടുതൽ പ്രചാരത്തിലാവുകയും കൃഷി കൂടുതലായി വികസിക്കുകയും ചെയ്തു. ആദിമ മാനവ ചരിത്രത്തെ പ്രധാനമായും 2ആയി തിരിച്ചിരിക്കുന്നു. ശിലായുഗമെന്നും, അതായത് സ്റ്റോൺ ഏജ്, ലോഹയുഗമെന്നും 2ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലായി ആയുധങ്ങൾ കല്ലുകൊണ്ട്, ശില കൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ശിലായുഗം എന്ന് പറയുന്നത്. ഇത് അക്ഷരവിദ്യ കണ്ടുപിടിക്കുന്നതിനും മുൻപുള്ള കാലഘട്ടമാണ്. BC 5000 മുൻപുള്ള കാലഘട്ടം.